കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവായ യേശു ക്രിസ്തു പുരുഷാരത്തെ കാണുമ്പോഴൊക്കെയും താൻ അവരുടെ മധ്യത്തിൽ ഇരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ഭാഗമായിരുന്നു കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് അവിടെ കടന്നു വന്നവരോട് സംസാരിക്കുവാനിടയായി. ദൈവരാജ്യം കേവലം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ ഉള്ള സന്തോഷവും അത്രേ. കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, അത്ഭുതങ്ങൾ ചെയ്തു. എന്നാൽ അതിനേക്കാൾ ഒരു ഹയർ ലൈഫാണ് ദൈവരാജ്യത്തിൽ ഒരു വ്യക്തി റൂട്ടഡ് ആകുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിൽ ഞാനും നിങ്ങളും റൂട്ടഡ് ആകുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ ഫലം കായ്ക്കുന്നവരായി തീരുന്നത്. തിരുവല്ല ശാപമുക്തി ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ സംസാരിച്ച ദൈവരാജ്യത്തെക്കുറിച്ച് താൻ സംസാരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനത്തിലേക്ക് നമുക്ക് എന്റെ പ്രാണനെ എന്നെ തൊടുക നീ, എന്നുള്ളം വാഞ്ചി. യേശുവിനോടൊന്ന് പറഞ്ഞു, യേശുവെ പകരം ഞാൻ എന്ത് നൽകും? പകരം ഞാൻ എന്തു നൽകും? പകരം ഞാൻ എന്തും നൽകും. പകരം ഞാൻ എന്തു നൽകും? യേശുവേ, പകരം ഞാൻ എന്തും നൽകും. യേശുവേ, അങ്ങേ കാണുവാൻ എന്നുള്ളം തുടിച്ചിടുന്നേ. എന്റെ പ്രാണനെ തൊടുക നീ, എന്നുള്ളം വാഞ്ചിക്കുന്നേ. എല്ലാ യേശുവിനോടൊന്ന് പറഞ്ഞേ, യേശുവേ, അങ്ങേ കാണുവാൻ എന്നുള്ളം തുടിച്ചിടുന്നേ. Hallelujah. Hallelujah. It is the faithfulness of God that keeps us, the faithful of God that we are still in his mercy. ഇപ്പോഴും നാം ദൈവത്തിന്റെ കരുണയിൽ നിലനിൽക്കുന്നതിന് കാരണം ദൈവത്തിന്റെ വിശ്വസ്തതയത്രേ. The Israel never had faith. ഇസ്രായേലിന് വിശ്വാസമില്ലായിരുന്നു. They never knew that why God had called them out. ദൈവം അവരെ എന്തിനെ വിളിച്ചിറക്കി എന്നുള്ളതും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. But God was faithful. എന്നാൽ ദൈവം വിശ്വസ്തൻ. Everything that they needed were provided in spite of the rebellion of Israel. അവരെല്ലാം മറുതലിച്ചിട്ടും അവരുടെ സകല ആവശ്യങ്ങളും ദൈവം അവർക്ക് വേണ്ടി കരുതി കൊടുത്തു. We are much better than them. നാം അവരെക്കാൾ എത്രയോ ശ്രേഷ്ഠതയുള്ളവർ. Hallelujah. Hallelujah. God will never leave you nor forsake you. ദൈവം നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും Turn to someone and say, the Lord will never leave you nor forsake you. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ദൈവം നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. When Jesus was coming, യേശു വരുമ്പോൾ, before Jesus came, യേശു വരുന്നതിന് മുമ്പായി suddenly there was a shift in the dimensions. സ്വർഗ്ഗസ്ഥലങ്ങളിൽ വലിയൊരു വ്യത്യാസമുണ്ടായി. John the Baptist came and started preaching like this. സ്നാപക യോഹന്നാൻ ആദ്യമേ വന്ന് ഇങ്ങനെ പ്രസംഗിപ്പാൻ തുടങ്ങി. The kingdom of God is at hand. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. Now this message was never preached by any prophet. ഈ സന്ദേശം മറ്റൊരു പ്രവാചകനും അതുവരെ പ്രസംഗിച്ചിട്ടില്ല. They were saying, thus says the Lord. അവർ അത് പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ്. But here comes a man who says, the kingdom of God is at hand. എന്നാൽ ഇതാ ഇവിടെ ഒരു മനുഷ്യൻ വന്ന് പറയുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. And then comes Jesus. തുടർന്ന് യേശു വരുന്നു. Jesus said, യേശു പറഞ്ഞു, the kingdom of God does not come by observation. ദൈവരാജ്യം കാഴ്ചയാലല്ല വരുന്നത്. Some people are trying to observe things. ചിലരിങ്ങനെ കാണാനായിട്ട് ആൾക്കാർ വരാറുണ്ട്. But observation will not allow you to enter into enjoying the kingdom. കാണാൻ വരിക അല്ലെങ്കിൽ കാണുന്നവർ, കാഴ്ചയാൽ ആശ്രയിക്കുന്നവർ ആ രാജ്യത്തെ ആസ്വദിക്കുന്നില്ല. And then here comes Jesus and says, ഇവിടെ യേശു പറയുകയാണ്, seek the kingdom, ദൈവരാജ്യം അന്വേഷിപ്പിൻ, and all these things, and his righteousness, ആ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിൻ, and all these things will be added to you. അങ്ങനെയെങ്കിൽ ഇതൊക്കെയും നിങ്ങളോട് ചേർക്കപ്പെടുമെന്ന്. Hallelujah. Hallelujah. We know about what Jesus said
but we will just read what he said. യേശു പറഞ്ഞത് നമുക്കറിയാമെങ്കിലും നമ്മൾ അതൊന്നുകൂടി ഒന്ന് വായിക്കാൻ പോവുകയാണ്. Now, when we go through the sessions, the word of God, നാം ഈ സെഷനുകളിൽ ഈ ദൈവവചനത്തിൽ കൂടെ കടന്നു പോകും. the moment you said Jesus is your Lord, യേശു നിങ്ങളുടെ കർത്താവെന്ന് നിങ്ങൾ പറയുന്ന നിമിഷം you have said another thing also, നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. that I have entered into a kingdom with the king dominated life. രാജാവ് ഭരിക്കുന്ന ഒരു ജീവിതമാകുന്ന ഒരു രാജ്യത്തിലേക്ക് ഞാൻ കടന്നു എന്നിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. When you declare Jesus is your Lord, യേശു എൻ്റെ കർത്താവെന്ന് നാം വിളിച്ചു പറയുമ്പോൾ you are declaring he is your provider, he is your helper, he is your protector, he is your everything. നിങ്ങൾ അപ്പോൾ വിളിച്ചു പറയുന്നത് വാസ്തവത്തിൽ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവൻ, യേശു നിങ്ങളെ സംരക്ഷിക്കുന്നവൻ, യേശു നിങ്ങളെ പരിപാലിക്കുന്നവൻ, നിങ്ങളെ കരുതുന്നവൻ. When you call upon the name of Jesus believing him, you are now born from above. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ കർത്താവെന്ന് നിങ്ങൾ വിളിച്ച് ഏറ്റു പറയുമ്പോൾ നിങ്ങൾ ഉയരത്തിൽ നിന്നും ജനിക്കുകയാണ്. Now eternal life has come inside of us. ഇപ്പോൾ നിത്യജീവൻ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. Time is made for the devil, not for us. സമയം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത് പിശാചിനോട് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയല്ല. We have eternity inside of us. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ നിത്യതയാണുള്ളത്. We are not bound by time. നാം ഇപ്പോൾ സമയത്തിനാൽ ബന്ധിക്കപ്പെട്ടിട്ടില്ല. Hallelujah. Hallelujah. The devil tries to shrink your vision, shrink everything in you, talking about time. പിശാച് നിങ്ങളുടെ ദർശനങ്ങളെ, നിങ്ങളുടെ ഭാവിയെ, നന്മകളെ ഒക്കെ ചുരുക്കിക്കളയുന്നത് സമയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് When he tells you have lost your age, what is he saying? നിങ്ങളോട് പറയാ നിന്റെ പ്രായം കടന്നുപോയി, പ്രായമായി പോയല്ലോ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ പിശാച് എന്താ You ഉദ്ദേശിക്കുന്നത്? have lost your time. നിങ്ങളുടെ സമയം പോയി എന്നാണ്. But when the devil tells you that, പിശാച് അങ്ങനെ പറയുമ്പോൾ you should tell back the devil, നിങ്ങൾ പിശാചിനോട് ഇങ്ങനെ മറുപടി പറയണം. I have eternal life in me. I am not under time. ഞാൻ സമയത്തിന് കീഴല്ല, നിത്യത എന്റെ ഉള്ളിലുണ്ട്. And I have lost nothing in life. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും The നഷ്ടപ്പെട്ടിട്ടില്ല. Holy Spirit is telling me now, പരിശുദ്ധാത്മാവ് ഇപ്പോൾ there എന്നോട് are പറയും. people here who are telling, I should have done that. I have lost time. എന്റെ സമയം കഴിഞ്ഞു, എന്റെ നല്ല കാലം കഴിഞ്ഞു പോയി, ഞാൻ അന്ന് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നഷ്ടബോധത്തോടെ ഇരിക്കുന്ന വ്യക്തികൾ ഇന്ന് ഈ കൂട്ടത്തിലുണ്ട്. I guarantee you one thing. നിങ്ങളോട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. If you listen to the word നിങ്ങൾ വചനത്തെ ശ്രദ്ധയോടെ കേട്ടാൽ, and keep to the word, ആ വചനത്തോട് നിങ്ങൾ ചേർന്ന് what നിന്നാൽ, you could not do in 10 years, God can do it in a second. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാഞ്ഞത് നിമിഷങ്ങൾ കൊണ്ട് എന്റെ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയും. How much time does it need to make wine? വീഞ്ഞ് ഉണ്ടാക്കുവാൻ എത്ര സമയം വേണം? You all might be knowing, you put grape and water and you make wine at home. നിങ്ങളൊക്കെ വീടുകളിൽ വീഞ്ഞുണ്ടാക്കി പരിചയമുള്ളവരായിരിക്കും. മുന്തിരിങ്ങയും വെള്ളവും പഞ്ചസാരയും ഒക്കെ ചേർത്ത് I have heard it takes around 20 or 21 days. ഞാൻ I don't കേട്ടിരിക്കുന്ന know. ഏകദേശം 10-21 ദിവസയിലും വേണം ഒരു വീഞ്ഞ് ഉണ്ടാക്കിയെടുക്കാൻ. Hallelujah. ഹല്ലേലൂയ. But for Jesus, it took only one look at it. എന്നാൽ യേശുവിനെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു ഒരു വീഞ്ഞുണ്ടാകാൻ. Same way, he will just look at you and your situation will change. അങ്ങനെ തന്നെ എൻ്റെ കർത്താവ് നിങ്ങളെ ഒന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ മാറും. So don't look about little things of this, petty things of this world. നിങ്ങളുടെ ഈ ലോക ജീവിതത്തിലെ നിസ്സാര കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ഭാരം കയറരുത്. We'll go to the word in the book of Matthew, because the whole session which I am talking is about the kingdom of God. നാം ഇന്ന് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. അതിന്റെ കാരണം ഇന്നത്തെ സെഷൻ മുഴുവൻ ദൈവരാജ്യത്തെക്കുറിച്ച് അതിനെ ആസ്പദമായി The പറയുന്നു. curse breaking session, the whole session is revolving around the kingdom of ഈ God. ശാപവിമുക്തി ശുശ്രൂഷ മുഴുവൻ തന്നെ ദൈവരാജ്യത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങളാണ്. That is, you have an inheritance that you receive when you enter the kingdom of God. ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത് ഒരു വലിയ പൈതൃകമാണ്, ഒരു അനുഗ്രഹമാണ് ലഭിച്ചിരിക്കുന്നത്. That is why the Bible says that you may inherit the blessing. അതുകൊണ്ടാണ് വചനം പറയുന്നത് നിങ്ങൾ അനുഗ്രഹം അവകാശമാക്കുന്നു. Hallelujah. ഹല്ലേലൂയ. The Bible is talking about something you inherit. വേദപുസ്തകം സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്തോ അവകാശമായി ലഭിച്ചു, പൈതൃകമായി ലഭിച്ചു. I am the youngest in my family. എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയവനാണ് ഞാൻ. And
being the youngest in the family, ആ കുടുംബത്തിൽ ഏറ്റവും ഇളയവൻ ആയതുകൊണ്ട് the house which I am living in Kottayam ഞാൻ കോട്ടയത്ത് ജീവിക്കുന്ന എൻ്റെ വീട് is fourth generation. അത് 4 തലമുറയായിട്ടുള്ള വീടാ. My great grandfather bought it, എൻ്റെ ഏറ്റവും 4 തലമുറയ്ക്ക് മുമ്പുള്ള പിതാമഹൻ അത് വാങ്ങിച്ചു. and the youngest got it, then my father got it. അദ്ദേഹത്തിന്റെ ഇളയ മക്കൾ ഇങ്ങനെ ഓരോ അടുത്ത തലമുറയിലെ ഇളയ മകൻ കിട്ടി, അങ്ങനെ എൻ്റെ പിതാവിന് അത് കിട്ടി. And being the youngest, I inherited the father's property. എൻ്റെ പിതാവിന്റെ ഇളയ മകനായതുകൊണ്ട് പിതാവിന്റെ വസ്തു എനിക്ക് കിട്ടി. There are 3 children. അവിടെ 3 മക്കളുണ്ടായി. My elder brother and elder sister. എനിക്ക് മൂത്തൊരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട്. They did not inherit. അവർക്ക് ഈ അവകാശം കിട്ടിയില്ല. I inherited because I was born as the youngest. എനിക്കത് അവകാശമായി കിട്ടിയത് ഞാൻ ആ കുടുംബത്തിൽ ഇളയവനായി ജനിച്ചതുകൊണ്ട്. And the word inheritance means അവകാശം അല്ലെങ്കിൽ പൈതൃകം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം I did not pay for it. ഞാൻ അതിന് വില കൊടുത്തില്ല. And if you come today ഇന്ന് നിങ്ങൾ വരുമ്പോൾ and see me enjoy the property, ഈ വസ്തുവകളൊക്കെ ഞാൻ ആസ്വദിക്കുന്നത് അനുഭവിക്കുന്നത് you കാണുമ്പോൾ will think I bought it. നിങ്ങൾ വിചാരിക്കും ഞാൻ വില കൊടുത്ത് മേടിച്ചതായിരിക്കും. Truth is, I did not spend a penny. എന്നാൽ വാസ്തവം ഇതായി ഒരു പൈസ പോലും എനിക്ക് അതിനു വേണ്ടി മുടക്കേണ്ടതായി വന്നില്ല. I am enjoying it. ഞാൻ അത് ആസ്വദിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Same word is inheritance of God. ഇത് തന്നെ ഇതേ വാക്ക് തന്നെയാണ് ദൈവത്തിന്റെ അവകാശി എന്നുള്ള വാക്കിൽ You എഴുതിയിരിക്കുന്നത്. and I don't have to pay anything. നിങ്ങളും ഞാനും അതിനു വേണ്ടി ഒരു പൈസ പോലും മുടക്കണ്ട. But because you believed in Jesus, എന്നാൽ യേശുവിൽ വിശ്വസിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് all the blessings is an inheritance coming to ഈ us. സ്വർഗ്ഗത്തിന്റെ മുഴുവൻ അവകാശവും നമ്മുടെ മേൽ വന്നിരിക്കുകയാണ്. Because the payment was made by Jesus. കാരണം അതിനുള്ള വില കൊടുത്തത് യേശുവാ. Hallelujah. ഹല്ലേലൂയ. When you come under the kingdom of God, ദൈവത്തിന്റെ രാജ്യത്തിന് കീഴിൽ നമ്മൾ ആകുമ്പോൾ 3 things you come under. 3 കാര്യങ്ങൾക്ക് കീഴാണ് നമ്മൾ ആകുന്നത്. Number 1, ഒന്ന്, you come under the lordship of the name of Jesus. യേശുവിന്റെ നാമത്തിന്റെ കർത്തൃത്വത്തിന് കീഴിൽ നമ്മളാകുന്നു. Number 2, 2, you come under the lordship of the love of Jesus. യേശുവിന്റെ സ്നേഹത്തിന്റെ കർത്തൃത്വത്തിന് കീഴിലും നമ്മളാകുന്നു. Number 3, 3, you come under the lordship of the word of God. ദൈവവചനത്തിന്റെ കർത്തൃത്വത്തിന് കീഴിലും നമ്മളാകുന്നു. Hallelujah. ഹല്ലേലൂയ. You don't have to act spiritual. നിങ്ങൾ വലിയ ആത്മീയനൊന്നും കളിക്കണ്ട. You have to live what the word says, and it is made easy by the Holy Spirit. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ, വചനത്തെ അനുസരിക്കുക. അതിനും നിങ്ങൾക്ക് സഹായിക്കാൻ പരിശുദ്ധാത്മാവുണ്ട്. I want to tell you very, very, very clearly and with authority വളരെ അധികാരത്തോടും വ്യക്തതയോടും കൂടെ ഞാൻ നിങ്ങളോട് പറയാം, that the world cannot give you anything compared to what the kingdom of God can give you. ദൈവരാജ്യത്തിന് നിങ്ങൾക്ക് തരുന്നതിനോട് താരതമ്യം ചെയ്യാനായിട്ട് തക്കവണ്ണം ലോകത്തിന് ഒന്നും തരാൻ നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. I can very confidently tell when I am standing over here, ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ വളരെ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഞാൻ പറയാം, I have never prayed anything for the worldly desire. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളെ കുറിച്ച് ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതുവരെ I have പ്രാർത്ഥിച്ചിട്ടില്ല. never prayed for a car, ഞാൻ ഒരു കാറിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. never prayed for a house, ഒരു വീടിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. never prayed for money, പണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. never prayed for positions. സ്ഥാനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. Because I believe one thing, കാരണം ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, if God is living inside of me, ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ all these things are petty things. ഇതെല്ലാം വളരെ നിസ്സാര കാര്യങ്ങളാണ്. But am I not enjoying all these things എന്നാൽ ഞാൻ ഇതൊക്കെ ആസ്വദിക്കുന്നില്ലേ? more than anyone else? മറ്റുള്ളവരെക്കാൾ അധികമായി ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Yesterday I told you one thing. ഇന്നലെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. Don't lie. നുണ പറയരുത്. Let your heart and your mouth walk together. നിങ്ങളുടെ ഹൃദയവും നിന്റെ വായും ഒരുപോലെ സഞ്ചരിക്കട്ടെ. Might be you will lose at that moment, ചിലപ്പോൾ ആ സംസാരിക്കുന്ന ആ നിമിഷം എന്തെങ്കിലും ഒരു നഷ്ടം വന്നതായിട്ട് നിനക്ക് but on തോന്നിയേക്കാം. the long term you will be the winner. എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നീ സത്യം പറയുമ്പോൾ നീ ആയിരിക്കും ജയാളി. Hallelujah. ഹല്ലേലൂയ. Live a life so that you will be bold to stand in front of anybody. ഏതൊരു മനുഷ്യന്റെ മുമ്പിലും തല ഉയർത്തി നെഞ്ചു വിരിച്ച് നിൽക്കുവാനുള്ള ധൈര്യമുള്ളവനായി ജീവിക്കുക. Let your life have nothing that you will lose the boldness to stand for Jesus Christ. യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന ആ ധൈര്യം തന്റെ ഇടം ചോർത്തിക്കളയുന്ന ഒരു കാര്യവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. Because whatever the world gives is cheap.
കാരണം ഈ ലോകം തരുന്നത് അതെല്ലാം വില കുറഞ്ഞു. Once you taste the heavenly realms, എന്നാൽ നീ സ്വർഗ്ഗസ്ഥലം ആ നിലവാരം നീ ആസ്വദിച്ചാൽ, once you taste the presence of God, ദൈവ സാന്നിധ്യം നീ ഒന്ന് ആസ്വദിച്ചാൽ, compared to that, the world can give you nothing. അതുമായിട്ട് താരതമ്യം ചെയ്താൽ ലോകത്തിന് ഒന്നും തരാനില്ല. Hallelujah. ഹല്ലേലൂയ. How many you trust that Jesus can perform what he said? ഓ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് യേശു പറഞ്ഞതൊക്കെയും അവൻ നിറവേറ്റുമെന്ന്? Hallelujah. ഹല്ലേലൂയ. If he says this, he will do it. താൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് താൻ ചെയ്യും. And it does not depend on you. അതിന് നിങ്ങളിൽ അവൻ ആശ്രയിക്കുകയുമില്ല. He said it, he will do it. താൻ പറഞ്ഞു, താൻ തന്നെ ചെയ്യും. Hallelujah. ഹല്ലേലൂയ. He said anyone who looks to him will never be put to shame. താൻ ഇങ്ങനെ പറഞ്ഞു, അവങ്കിലേക്ക് നോക്കിയവർ അവർ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. They will be bright. അവർ പ്രകാശിതരാകും. Hallelujah. Hallelujah. Now if Jesus said that, can he perform it also? യേശു അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്കത് നിറവേറ്റാൻ കഴിയുമുണ്ടോ? ഉണ്ടോ? അവനെ നോക്കുന്നവർ പ്രകാശിതരാകും, ആമേൻ. ലജ്ജിച്ചു പോകത്തില്ല. ആമേൻ. അത് പറഞ്ഞ ആൾക്ക് നിവർത്തിക്കാൻ കഴിവുണ്ടോ? Yes. ഉണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവനിൽ മാത്രം ആശ്രയിക്കാൻ ഒന്ന് പഠിക്കുക. Hallelujah. I want every believer to be so powerful in Christ, rooted and established in him. ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ വിശ്വാസിയും ക്രിസ്തുവിൽ വളരെ ശക്തിയുള്ളവരായി, ക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിരിക്കണമെന്നത്രേ. Many a times what happens is we become anxious of things. പലപ്പോഴും സംഭവിക്കുന്നത് പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ ആകാംക്ഷ വരും, എങ്ങനെയായി തീരുമെന്നുള്ള ചിന്താകുലം വരും. I can guarantee you one thing. ഞാൻ ഒരു കാര്യം വളരെ ഉറപ്പിച്ചു പറയാം. If truly Jesus is your Lord, വാസ്തവത്തിൽ യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ കർത്താവെങ്കിൽ nothing bad can happen in your life. ദോഷമായിട്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. Nothing bad can happen. മോശമായിട്ടൊന്നും സംഭവിക്കയില്ല. The matter comes is that it is conflicting some of our interests. That is why we become sad. ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ താല്പര്യങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാകുന്നു. Ronak loves cars. റോണക്കിന് കാറുകളോട് വലിയ ഇഷ്ടമാണ്. From childhood he loves toy cars. Then when it came to car, he wants to drive the car. ചെറുപ്പത്തിൽ തൊട്ട് കളിപ്പാട്ടമായിട്ട് കാറ് ഇഷ്ടമാണ്. ഇപ്പോൾ വളർന്നപ്പോഴും കാറുകളോട് വലിയ ഇഷ്ടമാണ്. So he was eager to drive the car as soon as possible. ഏതെങ്കിലും ഒരു കാർ വാങ്ങിച്ചാൽ അത് ഏറ്റവും ആദ്യം ഓടിക്കണമെന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ട്. I will not give it to him. ഞാൻ എന്നാൽ അത് കൊടുക്കാറില്ല. Because he is not of age. കാരണം അതിനുള്ള പ്രായമായിട്ടില്ല. He is not having a license. തനിക്ക് ആ സമയത്ത് അവിടെ ലൈസൻസ് ഇല്ല. So when I am traveling, what he does without anyone's knowledge, he will take the driver out, make the driver sit, and he will start driving. എന്നിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ റോണക്ക് എന്ത് ചെയ്യും? കൂടെയുള്ള ഡ്രൈവറോട് പറയും, ഇങ്ങേപ്പുറോട്ട് മാറിയിരുന്നു എന്ന് പറഞ്ഞ് ആരും അറിയാതെ തന്നെ ഓടിക്കും. So I had to become very strict. അതുകൊണ്ട് ഞാൻ വളരെ കർക്കശക്കാരനാകേണ്ടതായി വന്നു. I said, no, you are not supposed to give the car to him. ഞാൻ അപ്പോൾ ഡ്രൈവറോട് പറയും, ഒരു കാരണവശാലും കാർ റോണക്കിന് കൊടുക്കരുത്. Now in his mind, അപ്പോൾ തന്റെ മനസ്സിൽ he might be thinking like this. ഇങ്ങനെ ചിന്തിച്ചേക്കാം, My father does not love me. എന്റെ പിതാവിന് എന്നോട് Why സ്നേഹമില്ല. doesn't he give the car to me? He's giving it to the driver. ഡ്രൈവർക്ക് പോലും കാർ കൊടുക്കും, എനിക്ക് മാത്രം കാർ തരുന്നില്ലല്ലോ. I am not giving it to him ഞാനത് മോന് കൊടുക്കാത്തത് because he doesn't have a license. കുഞ്ഞിന് ആ ലൈസൻസ് ഇല്ല The എന്നുള്ളത്. moment he gets the license, ആ ലൈസൻസ് കിട്ടുന്ന നിമിഷം everything is his. എല്ലാം ആ മകനുള്ളതാ. Hallelujah. ഹല്ലേലൂയ. We ask many things, നമ്മൾ പല ചോദ്യങ്ങളും ചോദിക്കും. but God knows we cannot handle it. എന്നാൽ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയില്ല എന്ന് ദൈവത്തിന് Not അറിയാം. that he doesn't love us, നമ്മെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, but you think you can handle it. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടെന്ന്. You might be thinking, if only I got 100 crore in my bank now. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, എന്റെ ബാങ്കിൽ ഒരു 100 കോടി രൂപ കിട്ടിയിരുന്നെങ്കിൽ. If there was 100 crore in your bank, you won't be sitting here. 100 കോടി രൂപ ബാങ്കിൽ ഉണ്ടായിരുന്ന നിങ്ങൾ ഇവിടെ എങ്ങും കാണത്തില്ല. You won't be worshipper of God also. നിങ്ങൾ ചിലപ്പോൾ ദൈവത്തെ ആരാധിക്കുക പോലുമില്ല. But there will become a time, എന്നാൽ ഒരു സമയം വരും, even though 100 or 1000 crore in your bank won't make a difference, you will still love him and love him more. 100 കോടിയല്ല 1000 കോടി വന്നാലും നിങ്ങൾ യേശുവിനെ വിട്ടുപോകാതെ യേശുവിനെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരും. That will become irrelevant. അപ്പോൾ ആ പണം അവിടെ ഒരു വിഷയമേ അല്ല. Hallelujah. ഹല്ലേലൂയ.
everything in this world belongs to our Father. ഈ ലോകത്തുള്ള സകലതും നമ്മുടെ പിതാവിന്റെ വകയാണ്. Not only this constellation, all the constellations becomes to our Father. ഈ സൗരയൂഥം മാത്രമല്ല സകല നക്ഷത്ര വ്യൂഹങ്ങളും നമ്മുടെ പിതാവിന്റെ വകയാണ്. Hallelujah. Hallelujah. Do you believe it? നിങ്ങളത് വിശ്വസിക്കുന്നു? Do you believe it? നിങ്ങളത് വിശ്വസിക്കുന്നുവോ? Many people think that having no money is a big disadvantage. പലരുടെയും വിചാരം കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത് ഒരു വലിയ കുറവായിട്ട് Many മോശമായി. people think there is no person to recommend me the a big disadvantage. എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യുവാനായിട്ട് ഒരാളില്ല എന്നുള്ളത് ഒരു വലിയ കുഴച്ചിലായിട്ട് If കുറവായിട്ട്. only I had a father like that man. ആ മനുഷ്യനെ പോലെ ഒരു നല്ല പിതാവ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ, If only I had a big house like that. ആ മനുഷ്യന് കിട്ടിയ പോലെ ഒരു വലിയ വീട് എനിക്ക് If ഉണ്ടായിരുന്നെങ്കിൽ, only I had so much money like him. അത്രയും ആ മനുഷ്യനെ പോലെ ഒരുപാട് പണം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ. I will tell you why I am saying this. ഇന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം. Because I also wish to think like this. കാരണം ഞാനും ഇതുപോലെയൊക്കെ ചിന്തിച്ചിട്ടുള്ളയാളാണ്. If only that I would have been born in that family. If only I had so much money. If only there was someone to recommend me. If only. But I want to tell you today. അതുപോലെ ഒരു വലിയ വീട്ടിൽ ഞാൻ ജനിച്ചിരുന്നെങ്കിൽ, ഇത്രയും പണമൊക്കെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ, ഇതുപോലെ ഒരു വലിയ വീടുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. But when the anointing comes on you, അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ, when the anointing comes on you, അഭിഷേകം നിന്റെ മേൽ when വരുമ്പോൾ, the Holy Spirit comes upon you, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ you വരുമ്പോൾ, don't need any of these things. നിനക്ക് ഇവയൊന്നും ആവശ്യമില്ല. Jesus becomes your qualification. യേശു നിന്റെ യോഗ്യതയായി മാറും. Jesus becomes your യേശു qualification. തന്നെ നിന്റെ യോഗ്യതയായി മാറും. Jesus becomes your all in all. യേശു നിന്റെ സർവസ്വവുമാകുന്നു. Nothing is needed but Him. അവനെ കൂടാതെ വേറെ ഒന്നും ആവശ്യമില്ല. Hallelujah. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം കർത്താവ് ഒരു അത്ഭുതമാക്കാൻ പോകുക, അത്ഭുത വഴികളെ തുറക്കാൻ കർത്താവ് പോകുക. ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. ഇന്ന് പ്രാർത്ഥിക്കുമ്പം തന്നെ എനിക്കൊരു കാര്യം അറിയാം, നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവശക്തി ഇറങ്ങും. ഇന്ന് ആ കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത് ക്രിയ ചെയ്യും. നമുക്കൊന്നിച്ച് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളെ കേൾക്കുന്ന ഈ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ മഹത്വം അവിടെ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ വചനത്തിലൂടെ കേട്ടതുപോലെ ഞങ്ങൾ ഭാരപ്പെടത്തില്ല. ഈ ലോകത്തിലെ ഒരു വിഷയം ഓർത്ത് ഞങ്ങൾ ഭാരപ്പെടത്തില്ല. കാരണം ഞങ്ങളെ നടത്തുന്നത് ഈ ലോകമല്ല കർത്താവേ, ഈ ലോകത്തിനപ്പുറം വലിയൊരു ലോകം, ഞങ്ങൾക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറം കർത്താവ് നിറവ് കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാണ് ഞങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഭാരത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭാരങ്ങളും മാറട്ടെ, എല്ലാ നിരാശകളും മാറട്ടെ, എല്ലാ ആകുലങ്ങളും മാറട്ടെ. ഈ നിമിഷം തന്നെ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ ക്യാൻസറുകളും ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. എന്നെ അനേകരുടെ നട്ടെല്ലിൻ്റെ പ്രയാസങ്ങൾ എൻ്റെ കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ നട്ടെല്ല്, യേശുവിൻ്റെ നാമത്തിലെ പ്രയാസങ്ങൾ മാറട്ടെ, ആ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വെയിറ്റിട്ട് കിടക്കുന്ന ചില ജീവിതങ്ങളെ എൻ്റെ കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്നു. അത്ഭുത വിടുതലുകൾ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ കരം നീട്ടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നു. വഴികൾ തുറക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും കർത്താവ് നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് അത്ഭുത വിടുതലുകൾ, അത്ഭുത സൗഖ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അയച്ചിരിക്കുക. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഈ സമയത്ത് തന്നെ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ടീമുമായി നിങ്ങൾ പങ്കുവെക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ ഇൻ ജീസസ് ക്രൈസ്റ്റ്.